ഇന്ന് ഞായറാഴ്ചയായിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. അതുകൊണ്ട് തന്നെ ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. ഉപ്പുമാവാണെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി. ഉപ്പുമാവും പഴം പുഴുങ്ങിയതും ചായയായിരുന്നു ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം. ഉണ്ടാക്കാൻ എളുപ്പമാണെങ്കിലും കഴിക്കാൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ല ആർക്കും. എന്നാലും വേണ്ടില്ല, കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ, കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഉപ്പുമാവും പഴവും ചായയും കൂടെ കഴിച്ചു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പരിപാടികളൊക്കെ വളരെ സ്ലോ ആണ്. കാരണം കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാ കാര്യത്തിലും സ്പീഡ് ഉണ്ടാവുള്ളൂ അല്ലെ. രാവിലെ മക്കൾ പോകുമ്പോഴത്തേക്കും വേഗം അവർക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കണം, പിന്നെ കറി ഉണ്ടാക്കണം, ഉപ്പേരി ഉണ്ടാക്കണം, അങ്ങനെ രാവിലെ ചായ കൊടുക്കണം. 8:30 ജീപ്പ് വരും, അപ്പോഴത്തേക്ക് എല്ലാം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഒരു സ്പീഡ് ഉണ്ടാവും. ഇന്ന് അതില്ലായിരുന്നു. നീ കാണുന്ന റോസപ്പൂ ഇവൻ ആദ്യമായിട്ടാട്ടോ ഉണ്ടായത്. ഞങ്ങളുടെ പുതിയൊരു അതിഥിയാണ്. ഏട്ടൻ ഇവിടുന്ന് ഒരു കൊമ്പ് കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാണ്. നല്ല രസമുള്ള പൂവാന്ന് പറഞ്ഞിട്ട് അവൻ ഉണ്ടായതാണത്. ഇന്ന് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു നമ്മുടെ മഴ ഇന്ന് ലീവ് എടുത്തിട്ടുണ്ട്. അതിന്റെ അതുകൊണ്ട് തന്നെ വെയിലൊക്കെ നന്നായിട്ടൊന്ന് ഉദിച്ചിട്ടുണ്ട്. ഇത് പേരൊക്കെ കണ്ടില്ലേ, പഴുത്തിട്ടുണ്ട് തോന്നിട്ടോ മൂപ്പര്. കുറച്ച് കഴിഞ്ഞിട്ട് വേണം പറിച്ച് കഴിക്കാൻ. ഇപ്പൊ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതല്ലേ ഉള്ളൂ. കുറച്ച് കഴിയട്ടെ. ഒരു കൊമ്പ് കൊണ്ടുവന്നിട്ടേ തട്ടിയിട്ട് പറിക്കാം. ആ, ഓണപ്പൂമ്പാറ്റയൊക്കെ വന്നു തുടങ്ങിയല്ലോ. ക്യാമറ എടുത്ത് പോകുമ്പോഴാട്ടോ ഇങ്ങനത്തെ കാണുന്നത് നല്ല രസമുണ്ട്. പക്ഷെ ഞാൻ എടുക്കുന്നില്ലെന്ന് മനസ്സിലായി തോന്നുന്നു, പറന്നുപോയി. വെള്ള കൊങ്ങണീന്റെ പേരെ ഇങ്ങനെ തേൻ കുടിക്കുകയായിരുന്നു. ആ, വെയില കുതിച്ചപ്പോഴാണ് ഇവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ? മഴയല്ലേ, പെരുമഴ. എത്ര പെയ്താലും തീരാത്ത ഒരു മഴ. നമുക്ക് എപ്പോഴും പൂത്ത് നിൽക്കും കേട്ടോ. മൈസൂർ മുല്ല എന്നൊക്കെ പറയുന്ന മണം ഇല്ലെങ്കിലും എപ്പോഴും പൂക്കൾ ഉണ്ടാവും ഇതിന്റെ മുകളിൽ. വെയിലുണ്ടെങ്കിൽ, നല്ല വെയിലുണ്ടെങ്കിൽ നല്ല പൂക്കൾ ഉണ്ടാവും. മണമൊന്നുമില്ല. പക്ഷെ തലയിൽ വെക്കാൻ, ചൂടൊക്കെ ചെയ്യാം, തലയിൽ വെക്കുകയൊക്കെ ചെയ്യാം. ഈ മണമുല്ലേനെ മണം സഹിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഇത് വെക്കാം. അങ്ങനെ ഉച്ചയായപ്പോ ഭക്ഷണം കഴിക്കാനിരുന്നു. നെയ്ച്ചോറായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു. നെയ്ച്ചോറിന് എപ്പോഴും ചിക്കൻ കറി ആണല്ലോ, അതാണല്ലോ അതിന്റെ ഒരു കോമ്പിനേഷൻ, നെയ്ച്ചോറും ചിക്കൻ കറിയും. എനിക്കതാട്ടോ ഭയങ്കര ഇഷ്ടം, മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ബിരിയാണി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ അങ്ങനെ ഉഷാറാവില്ല. നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് അത്ര അങ്ങനെ ഉഷാറാവില്ല. അതുകൊണ്ട് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാന്ന് വെച്ചു. തൈര് സാലഡ് ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ജലദോഷം കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് ആയിട്ടേ ഉള്ളൂ. ജലദോഷം മാറി തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് തൈരിൽ പിടിച്ചില്ല. വീണ്ടും മൂക്കടപ്പൊന്നും ആവാൻ വയ്യ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് ഒന്ന് പോകാന്ന് വെച്ചു. ഇവിടുത്തെ 1/2 മണിക്കൂർ ദൂരേ ഉള്ളൂ വീട്ടിലേക്ക്. വയലേരിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പച്ചപ്പാടാണ്, എവിടെ നോക്കിയാലും പച്ചപ്പാണ്. കൃഷി ഇറക്കിയ ടൈമാണ് കേട്ടോ. വീട്ടിലെ വേലിയാണ് കൊണ്ടൊക്കെ വേലിയിൽ വെച്ചിട്ടുണ്ട്. അമ്മ ഭയങ്കര ഒരു ചെടി സ്നേഹിയാണ്. പൂക്കള് എവിടെ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും അമ്മ കൊമ്പ് വാങ്ങിക്കൊണ്ട് കുഴിച്ചിടും. നിറയെ പൂക്കളാണ്. എപ്പോഴും പൂക്കളെ പിന്നെ സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്. പൂന്തോട്ടത്തിന്റെ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. ഇത് അവിടെ പേരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് വീട്ടിൽ പേരൊക്കെ ഉള്ളതുകൊണ്ട് അതിലേക്കൊന്നും വലിയ നോട്ടം എത്തിയില്ല. ഇല്ലെങ്കിൽ കാണായിരുന്നു. കണ്ടില്ലേ കടലാസ് പൂവ്. ഇത് പിന്നെ ചെണ്ടുമല്ലി, മല്ലികപ്പൂവ്, ചെണ്ടുമല്ലി.